വീണ്ടും മൗനമാകുക. ത്വക്കിലേക്ക്, എല്ലിലേക്ക് മാംസം ഇങ്ങനെ ഊർന്നു പോകുന്ന, എന്നിട്ട് എല്ലിലോട് തൊലി പറ്റിപ്പിടിച്ച് പ്രാകൃത കോലമായി വരുന്നു. ആ വ്യക്തികളെ മാംസം സ്ക്യൂസ് ചെയ്ത് പോയിട്ട് തൊലി എല്ലിനോട് പറ്റിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ, ചിലപ്പോൾ കിടപ്പ് രോഗിയാകാം, ചിലപ്പോൾ ഇവിടെ ഉണ്ടാകാം, എന്തുമായിക്കൊള്ളട്ടെ, കർത്താവ് വ്യക്തിയെ സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം ക്ഷയിച്ചവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഭിഷേകമാകട്ടെ. തലവേദനക്കാർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. തലവേദന ഉള്ളവർ ഇപ്പോഴും തലവേദന ഉള്ള ഭാഗത്ത് നിങ്ങളുടെ വലത് കരം വെച്ചുകൊണ്ടിരിക്കുക. അത് എന്ത് അസുഖമായാലും ശരി, തലവേദനയുമായി ബന്ധപ്പെട്ട തലയുടെ ഉള്ളിലുള്ള കോശങ്ങളെ ദ്രവിക്കുകയോ അല്ലെങ്കിൽ ഞരമ്പുകൾ ശോഷിക്കുകയോ ഞരമ്പുകൾ ബ്ലോക്കാകുകയോ അതുമായി ബന്ധപ്പെട്ട് ചെവിവേദന അല്ലെങ്കിൽ തലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മുഴുവൻ രോഗങ്ങളുള്ളവരെ, ചെവി വേദന, ചെവി കേൾവിക്കുറവ്, കണ്ണുവേദന, കണ്ണ് കാഴ്ചക്കുറവ്, വയറിൻ്റെ ഉള്ളിലുള്ള വാവിൻ്റെ ഉള്ളിലുള്ള രോഗങ്ങൾ, തൈറോയിഡ്, ടോൺസൈറ്റ്, സ്പോണ്ടിലോസിസ്, ആ രോഗികളെല്ലാം ആ സ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോയൊന്നും അസാധ്യമില്ലാത്തവനെ ഈശോ എല്ലാം സാധ്യമായവനെ ഈശോ സ്പർശിക്കുന്ന കർത്താവെ, അസ്ഥിരോഗികളെ, ഞരമ്പുകൾക്ക് ബ്ലോക്കുള്ളവരെ, ഞരമ്പുകൾ ശോഷിക്കുന്നവരെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിങ്ങുന്നവരെ, തൊലി വിങ്ങുന്നവരെ, മാംസം വിങ്ങുന്നവരെ, വിങ്ങുന്നവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. മക്കളെ, അവസാനമായി ശ്രദ്ധിക്കുക. കൃപാസനത്തിലെ അമ്മ 2004 സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് കാലത്തിൻ്റെ സൂചന നൽകിയത്. ഇപ്പോഴും നമ്മുടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, കൃപാസനത്തിലെ അനുഗ്രഹങ്ങൾ ഒന്ന് ഡേറ്റാണ്, ഒന്ന് ടൈമാണ്. ഡേറ്റും നിർണായകമായ ഡേറ്റും നിർണായകമായ ടൈമും നിങ്ങളിപ്പോൾ മനസ്സിൽ ഓർക്കണം. ഇപ്പോൾ അച്ചാര കല്യാണം നടക്കാനുള്ള ഡേറ്റ്, അതിൻ്റെ ടൈം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം വിൽക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്ഥലം കാണാൻ വേണ്ടി ഒരാൾ ഡേറ്റ് ഇന്ന എത്രാം തീയതി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ഓർക്കണം. ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡേറ്റ് ഓർക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പ്രഗ്നൻ്റ് ആകണമെങ്കിൽ പ്രഗ്നൻ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ഓർക്കണം. പരീക്ഷകളുടെ ഡേറ്റുകളുണ്ട്, ആ ഡേറ്റ് ഇപ്പോൾ ഓർക്കണം. പരീക്ഷ എഴുതുന്ന സമയമുണ്ട്, ആ സമയം നിങ്ങൾ ഓർക്കണം. എവിടെയെങ്കിലും ജോലിക്ക് യാത്രക്ക് പോകണമെങ്കിൽ അതിൻ്റെ ഡേറ്റ് ഉണ്ട്, അതിൻ്റെ സമയമുണ്ട്, അത് ഓർക്കണം. ആർക്കെങ്കിലും പണം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രാം തീയതി എന്നവർ പറഞ്ഞു കാണും, ആ ഡേറ്റ് ഇപ്പോൾ ഓർക്കണം. നിങ്ങൾ കൊടുക്കാമെങ്കിൽ അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രാം തീയതി കൊടുക്കാമെന്ന് അവരോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ആ ഡേറ്റ് ഓർക്കണം. ആ ഡേറ്റ് ഇപ്പോൾ നിങ്ങൾ ഓർക്കുക. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റുകൾ ഈ ദിവസങ്ങളിൽ വരാൻ നിർണായകമായ ഡേറ്റുകൾ ഓർക്കുക. അമ്മ തീയതികളുടെ മേൽ സമയത്തിൻ്റെ മേലുള്ള അധികാരി അമ്മയാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സ്തുതിച്ചാൽ മാത്രം മതി. സ്തുതികളല്ലേലൂയ. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, മക്കൾ ഓർത്തിരിക്കുന്ന ഓരോ ഡേറ്റുകൾ, ഓരോ സമയങ്ങൾ, വാഗ്ദാനത്തെ സമയം, കിട്ടാനുള്ള സമയം, കൊടുക്കാനുള്ള സമയം, പണിയാനുള്ള സമയം, എല്ലാ സമയവും കാലങ്ങളും ദിവസം കർത്താവേ അങ്ങയുടേതാണല്ലോ ഈശോയെ. ആ ഡേറ്റുകളെല്ലാം, ആ തീയതികളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സമയങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മുഹൂർത്തങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, സമയ സന്ദർഭങ്ങൾ അധികാരം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട
പരിശുദ്ധ ദേവമാതാവേ, ഈ മക്കളെ എല്ലാ ഡേറ്റുകളിലേക്കും പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദിവ്യകാരുണ്യ ശക്തി നിറയ്ക്കണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കരങ്ങൾ വീശിക്കൊണ്ട് കാറ്റായി വീശണമേ, വിശ്വാസത്തോടെ കാറ്റായി വീശണമേ. എല്ലാവരും ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. സ്വഭാവന ആശീർവാദമാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ നേരത്തെ വസ്തുക്കളോടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാം. ഇവിടെ നേരത്തെ വസ്തു വെക്കാത്ത മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുണ്ട്. അവർ അത് ഉയർത്തിപ്പിടിച്ചാൽ മതി കയ്യിലുണ്ടെങ്കിൽ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെയും 7 അപ്പവും ഏതാനും മത്സ്യങ്ങളും കൊണ്ട് 4000 പേരെയും സംതൃപ്തരാക്കിയ സർവശക്തനും കാരുണ്യമായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നിത്യം കന്യകയും നിന്റെയും ഞങ്ങളുടെയും അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മീൻ പിടുത്തക്കാരായ വിശ്രുത ശ്രീഖന്മാരുടെയും സംരക്ഷണത്തിൽ ഞങ്ങളുടെ വള്ളത്തിനെയും വലയെയും യന്ത്രത്തെയും തൊഴിലാളികളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, മീനുള്ള കടലിലേക്ക് വള്ളത്തിന്റെയും ബോട്ടിന്റെയും തലയെ തിരിച്ചു വിടണമേ. വലയിലേക്ക് മത്സ്യങ്ങളെ ആകർഷിക്കണമേ. വലയിൽ ഉൾക്കൊള്ളുന്ന മത്സ്യങ്ങളെ വായ്ത്തരയിൽ ബന്ധിക്കണമേ. പന്നിയും പാറയും പുറ്റും മുതലായ നശീകരണ ബാധകളിൽ നിന്ന്, ഉടക്കിൽ നിന്ന്, ഒഴുക്കിൽ നിന്ന്, കാറ്റിൽ നിന്ന്, കോളിൽ നിന്ന് ഞങ്ങളും ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ യേശുനാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. സ്തുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കടലിൽ മീതെ നടന്ന ദൈവമേ, വലതുവശത്ത് വലയെറിയാൻ കൽപ്പിച്ച ദൈവമേ, കടൽ മത്സ്യസമ്പത്ത് നൽകണമേ. എല്ലാ മത്സ്യത്തൊഴിലാളികളെയും കൂടെ ജോലി ചെയ്യുന്നവരുടെയും കുടുംബങ്ങള്, മക്കള്, ഭൗതിക ജീവിത സാഹചര്യങ്ങള് ഇപ്പോൾ തത്സമം ആശീർവദിക്കപ്പെടട്ടെ. ബോട്ടുകളും വനങ്ങളും ആശീർവദിക്കപ്പെടട്ടെ. വള്ളങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, കരങ്ങൾ വീശി ഈ കാറ്റായി പരിശുദ്ധാത്മാവ് ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ആതിര ബിനു. ഇതെൻ്റെ ചേച്ചി ആർഷ ബിനു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഓൺലൈനായിട്ടാണ്. ഓഗസ്റ്റ് 17, 2024 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം എൻ്റെ ഹയർ സ്റ്റഡീസ് ആയിരുന്നു. ഞാൻ BSW ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ന്യൂസിലൻഡിലേക്ക് ചേച്ചിയോടൊപ്പം, ചേച്ചി എന്നെ സ്പോൺസർ ചെയ്ത് 2024 ജൂണിൽ തന്നെ ഞാൻ പോയിരുന്നു. അതിനുശേഷം അവിടെ ചെന്ന് ഞാൻ ജോലിക്ക് കുറേ ട്രൈ ചെയ്തു. എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. അവിടെ ഓരോ ഓർഗനൈസേഷനിൽ വേക്കൻസി വരുമെങ്കിലും അവിടുന്ന് അവർ ആപ്ലിക്കൻസ് കൂടുതലാണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം ഞാൻ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചി അവിടെ തന്നെ പഠിച്ചതുകൊണ്ട് ആ സെയിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഒരു ഏജൻസിയെ സമീപിച്ചു. ഏജൻസി അവരവരുടെ റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യത്തെ റിക്വയർമെൻ്റ് ആണ്
PT നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഹിച്ച് ഞാൻ PT ഞാൻ എഴുതി, ഞാൻ പാസ്സായി. അതിനുശേഷം എനിക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു. ആ കണ്ടീഷൻസൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു. അതുവരെയുള്ള പ്രോസസ്സെല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് നടന്നു. പിന്നീട് അങ്ങോട്ട് എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും തടസ്സമായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണ്. ഓരോ 3 മാസം കൂടുമ്പോഴും പല ആളുകളുടെ ഫോണിൽ നിന്ന് ഞാൻ ലോഗിൻ ചെയ്ത് ഉടമ്പടി എടുക്കുമായിരുന്നു. ആദ്യം എൻ്റെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒത്തിരി തടസ്സം വന്നു. ഏജൻസിക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സിലൊന്നും അവർ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അവർ പറഞ്ഞു, ഇത് വെച്ചിട്ട് വിസ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കേണ്ട, 1% പോലും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ ഒത്തിരി പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഡൗൺ ആകുമായിരുന്നു. എങ്കിലും എൻ്റെ പേരൻസും എൻ്റെ സഹോദരങ്ങളും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഡൗൺ ആകണ്ട, പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് പോവുക എന്ന് തന്നെ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളും നന്നായി ചെയ്ത് മുന്നോട്ട് പോയി. അതിനുശേഷം ഒത്തിരി നാളായിട്ടും എനിക്ക് ഇൻ്റർവ്യൂ വരുന്നില്ലായിരുന്നു. ഞാൻ ജൂലൈ ഇൻടേക്കിലാണ് ന്യൂസിലൻഡിലേക്ക് പോകാനിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ന്യൂസിലൻഡിൽ നിന്ന് വന്നതാണ് വിസിറ്റിംഗ് വിസയിൽ പോയിട്ട്. അപ്പോൾ എനിക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. എനിക്ക് ആദ്യം അവിടുന്ന് ഇൻ്റർവ്യൂ കിട്ടണം. അതിനെനിക്ക് ഇൻ്റർവ്യൂ വരുന്നില്ല. ഞാൻ ഒത്തിരി അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് തിരിച്ചിവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തായിരുന്നു. അത് ഏപ്രിൽ 10 ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു. അതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, വിസ ഇമിഗ്രേഷനുമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇമിഗ്രേഷനിൽ നിന്ന് ഇവിടെ വന്ന് കൃപാസനത്തിൽ എനിക്ക് തടസ്സങ്ങളുണ്ടായപ്പോൾ ഞാൻ ഇവിടെ വന്നു. കൃപാസനത്തിൽ തിരിച്ച് ഞാൻ വന്നു. അപ്പോൾ എന്നോട് ഞാൻ ഒരച്ഛനെ, എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം 2 പുതുക്കൽ ഇല്ലാതെ ജോസഫ് അച്ഛനെ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെയുള്ള വേറൊരച്ഛനെ ഞാൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അടുത്ത ആഴ്ച എനിക്ക് ന്യൂസിലൻഡിലേക്ക് പോകേണ്ടതാണ്. ജൂലൈ 7 എൻ്റെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, വിസ വരുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആ പ്രത്യാശയോടുകൂടി ഞാൻ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സിലും ഞാൻ കുരിശ് വരച്ചും ഉപ്പിട്ടും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ നോക്കിയിരുന്ന് എനിക്ക് വിസയൊന്നും വരുന്നില്ല. ഇമിഗ്രേഷനിൽ നിന്ന് ഒരറിയിപ്പും എനിക്കില്ല. അപ്പോൾ എൻ്റെ 2 സഹോദരങ്ങളും ന്യൂസിലൻഡിലാണ്, എൻ്റെ 2 ചേച്ചിമാർ. അവർ 2 പേരും ഇമിഗ്രേഷനെ കോണ്ടാക്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് അണ്ടർ അസസ്മെൻറ്റിലാണ്, കൂടുതലായിട്ട് അവർക്കൊന്നും പറയാനില്ല. അപ്പം മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇനി എന്നാ ചെയ്യണമെന്നറിയത്തില്ല. അപ്പം ഞാൻ ഏജൻസി പറഞ്ഞതനുസരിച്ച് ഞാൻ ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നില്ല യൂണിവേഴ്സിറ്റി പഠിക്കാനുള്ള. അവർ പറഞ്ഞു വിസ വന്നിട്ട് അടച്ചാൽ മതി എന്നുള്ള കാര്യം കൊണ്ട് ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് തടസ്സമായിരുന്നു. ഏജൻസിക്ക് ഒട്ടും എൻ്റെ കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നത് കൊണ്ട് അവരെല്ലാം ലാഗ് ആക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, കിട്ടുമെന്ന് ഉറപ്പില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ സംബന്ധിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പം ജൂലൈ 7 എനിക്ക് ന്യൂസിലൻഡ് ഇമിഗ്രേഷനിൽ നിന്ന് കോള് വന്നു. അങ്ങനെ 7:30 ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ ഓക്കെ ആയിരുന്നു, പാസ്സായെന്ന് അവരെന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഓരോ ദിവസവും കടന്നുപോയി. ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവസാനം എനിക്ക് മെയിൽ വന്നു, ഇനി ആതിരയ്ക്ക് ഇവിടെ പഠിക്കാൻ പറ്റില്ല, ആതിരേനെ ഡെഫർ ചെയ്യുവാണ്. 2026 ഇൻടേക്കിലേക്ക് ആതിരയ്ക്ക് ഇനി വരാൻ പറ്റുള്ളൂ. ആതിരയുടെ ഓഫർ ലെറ്റർ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. ഒത്തിരി ഞാൻ വിഷമിച്ചു. അപ്പം എൻ്റെ 2 ചേച്ചിമാരും കൂടെ ഇടപെട്ട് യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റായിട്ട് പോയി. മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റായിട്ട് പോയി അവരോട് ചോദിച്ചു, ഫീസ് അടച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അവരൊരിക്കലും സമ്മതിക്കില്ല, പക്ഷെ അവർ സമ്മതിച്ചു, ഫീസ് അടച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഫീസ് അടച്ച് അവരെനിക്ക് 2 ആഴ്ച കൂടി നീട്ടി തന്നു. അങ്ങനെ ആ 2 ആഴ്ചയും കടന്നു പോയി. ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തു. കാരണം ആ സമയം ഇൻടേക്കിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഉള്ള ഒരു ദിവസം നോക്കി ടിക്കറ്റ് എടുത്തു. അവരെനിക്ക് ഒരു ഡെഡ് ലൈനും തന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ജൂലൈ 21 എത്തിയില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് ഇൻടേക്ക്, അതായത് 2026 ഫെബ്രുവരി ഇൻടേക്കിന് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒത്തിരി ഞാൻ വിഷമിച്ചു. അങ്ങനെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ മാതാവിൻ്റെ സുഗന്ധാഭിഷേകമൊക്കെ എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ കൂടുതൽ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോയി, എനിക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ എൻ്റെ മനസ്സിൽ നെതർലൻഡ്സ് എന്ന് പറയുന്ന ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. എങ്കിൽ ചിലപ്പോൾ മാതാവ് അതായിരിക്കും എനിക്ക് വെച്ചേക്കുന്നതെന്ന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ വിചാരിച്ചു, ഇത്രയും ലേറ്റ് ആയപ്പോൾ. അത് കഴിഞ്ഞ്
ജൂലൈ 17 രാവിലെ ഞാൻ അവിടുന്ന് ന്യൂസിലാൻഡ് ഇമിഗ്രേഷനിൽ നിന്ന് എൻ്റെ മൂത്ത ചേച്ചിയെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഫിനാൻഷ്യൽ ഡോക്യുമെൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. അതായത് എൻ്റെ ലിവിങ് എക്സ്പെൻസ് കൂടി കാണിച്ചാലേ അത് പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ 10 ലക്ഷം രൂപ വേണം. ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ ന്യൂസിലൻഡിൽ ഉച്ചയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചേച്ചി കുറേ ആളുകളോടുകൂടി അന്വേഷിച്ചു, ചോദിച്ചവരെല്ലാം സഹായിച്ചു. അങ്ങനെ ചേച്ചി പൈസയെല്ലാം കിട്ടിയിട്ട് ചേച്ചി എൻ്റെ ലിവിങ് എക്സ്പെൻസ് കാണിച്ചു. അപ്പം തന്നെ അവർ ചേച്ചിക്ക് റിപ്ലൈ കൊടുത്തു. ഞാൻ ഈ സമയത്ത് പള്ളിയിൽ പോയേക്കുമായിരുന്നു. പള്ളിയിൽ പോയി ഞാൻ തിരിച്ചു വന്ന് ഞാൻ ന്യൂസിലൻഡ് ചേച്ചിയുടെ ഇമിഗ്രേഷനിൽ നിന്ന് അവർ സമീപിച്ചെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ വിസ വന്നു എന്ന് പറഞ്ഞ് ഏജൻസിക്കാരെന്നെ വിളിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ദിവസം എനിക്ക് വിസ വന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ ടിക്കറ്റ്, പിറ്റേ ദിവസത്തേക്കുള്ള ടിക്കറ്റ് എനിക്ക് ക്യാൻസൽ ചെയ്യണം, എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അവസാനത്തെ ഒരു ചാൻസ് ആയിരുന്നു ആ ദിവസം എന്ന് പറയുന്നത്. അന്ന് രാവിലെയോടുകൂടി തന്നെ എനിക്ക് വിസ വന്നു. അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോയി. ഞാൻ അവിടെ എത്തി. എൻ്റെ സഹോദരങ്ങൾ എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എന്നും കാണുമായിരുന്നു, സ്റ്റാറ്റസ് ഇടുമായിരുന്നു, ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന ഒരു ആളിനെ പോലും ഞാൻ സഹായിക്കാതെ വിട്ടിട്ടില്ല. എല്ലാവരെയും ഞാൻ സഹായിക്കുമായിരുന്നു. എല്ലാവരോടും ഞാൻ കാരുണ്യത്തോടു കൂടി ഞാൻ എല്ലാവരോടും സമീപിക്കുമായിരുന്നു. എല്ലാ ദിവസവും അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. ഞാനത് മുടക്കിയിട്ടില്ല. പുതിയ നിയമം ഞാൻ മുഴുവൻ വായിച്ചു തീർത്തു. പഴയ നിയമത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നു. പണ്ടൊക്കെ സങ്കീർത്തനം മാത്രം വായിക്കുക, അത് എളുപ്പമാണല്ലോ, ആ രീതിയിലായിരുന്നു ഞാൻ പണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒത്തിരി മാറി ഞാൻ ബൈബിൾ വായിക്കാനും എന്നും മുടങ്ങാതെ കൊന്തയൊല്ലാനും അങ്ങനെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരിയേറെ വളർച്ചയുണ്ടായി. എൻ്റെ പേര് ആർഷ ബെനു. ഞാൻ കഴിഞ്ഞ 11 വർഷമായിട്ട് ന്യൂസിലാൻഡിൽ താമസിക്കുകയാണ്. അവിടുത്തെ സെൻറ്റ് മേരീസ് സീറോ മലബാർ വെല്ലിംഗ്ടണിലെ ഒരു ഇടവക അംഗമാണ് ഞാൻ സെപ്റ്റംബർ 1, 2024 ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിൻ്റെ എനിക്ക് കുറച്ച് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഉടമ്പടി എടുക്കുന്നതിനുള്ള മെയിൻ റീസൺ എനിക്ക് IELTS എക്സാം പാസ്സാകണമായിരുന്നു. ഞാൻ ആ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഓൾറെഡി 8 തവണ IELTS എഴുതിയിട്ടുണ്ടായിരുന്നു 2 വർഷങ്ങൾക്കുള്ളിലായിട്ട്. ഞാനത് എൻ്റെ ഒരു നേഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ ആവശ്യമായിട്ടായിരുന്നു IELTS എഴുതിക്കൊണ്ടിരുന്നത്. എനിക്ക് എപ്പോഴും ഒരു മൊഡ്യൂളിന് മാത്രം സ്കോർ, ബാക്കി എല്ലാ മൊഡ്യൂളിനും എനിക്ക് വേണ്ടതിൽ കൂടുതൽ നല്ല സ്കോർ കിട്ടുന്നുണ്ടായിരുന്നു. 7 and above 8 ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ റീഡിംഗ് എന്ന് പറയുന്നൊരു മൊഡ്യൂളിൽ മാത്രം എന്തോ ഒരു കാരണത്താൽ എനിക്ക് 0.5 എപ്പോഴും അതിലെനിക്ക് ആ സ്കോർ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സ്കോർ കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഈ അനിയത്തി എന്നോട് ചേച്ചി ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയം തന്നെ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളും എന്നെ ഈ പ്രോസസ്സിങ്ങിന് സഹായിക്കുന്ന ഒരാളും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, ഇനി IELTS എഴുതണ്ട, OET എഴുതി നോക്ക്, പെട്ടെന്ന് കിട്ടും, പാസ്സാകും, ഇത്രയും നിങ്ങൾ ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ഒരാളാണല്ലോ എന്ന്. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സ് അതിനെന്നെ അനുവദിച്ചില്ല. ഞാൻ 2-3 പ്രാവശ്യം OETക്ക് ഡേറ്റ് എടുക്കാനൊക്കെ നോക്കി. പക്ഷേ അതൊരിക്കലും കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ല എന്തോ ഒരു കാരണത്താൽ. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടി നിയമങ്ങളെല്ലാം പാലിച്ചു പോന്നു. എനിക്ക് ഒരു ഡേറ്റിന് വേണ്ടി ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കായിട്ടൊരു ഡേറ്റ് ഒന്നും കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഞാൻ ഒരു ദിവസം ബൈബിൾ എടുത്ത് തുറന്നപ്പോൾ ഞാൻ മനസ്താപ്രകരണവും വിശ്വാസ പ്രമാണവും ചൊല്ലിയപ്പം എനിക്ക് 12 എന്നൊരു നമ്പർ കിട്ടി. അപ്പോൾ അതൊരു മാർച്ച് മാസമാണ്. അപ്പോൾ ഞാൻ മാർച്ച് മാസത്തിൽ നോക്കിയപ്പോൾ 12-ാം തീയതി എക്സാം ഒന്നും നടക്കുന്നില്ല. പക്ഷേ എനിക്ക് ആ മാസം തന്നെ എക്സാം എഴുതണമെന്ന് എനിക്ക് തോന്നിയിട്ട്, ചിലപ്പോൾ അത് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടായിരിക്കും ആ 12-ാം തീയതി എനിക്ക് കിട്ടിയത് എന്ന് കരുതി ഞാൻ 12-ാം തീയതി എക്സാം ഇല്ലായിരുന്നു. എന്നിട്ട് അടുത്ത ഡേറ്റായ 15-ാം തീയതിയിലേക്ക് എക്സാം എടുത്തു, ഡേറ്റ് എല്ലാം ബുക്ക് ചെയ്തു. അങ്ങനെ ആ എക്സാമിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഞാനൊരു സ്വപ്നം കാണുവാണ്. ഞാൻ ഇവിടുത്തെ നമ്മുടെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ ആകാശത്ത് തെളിഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ ആ മാതാവിനെ വിളിച്ച് കാണിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതോടൊപ്പം തന്നെ ഞാൻ ഇത് കാണുകയാണ്, സങ്കീർത്തനം 51 ഇങ്ങനെ എഴുതി വന്നു. എനിക്ക് അന്നേരം പെട്ടെന്ന് അത് നല്ല ഉറക്കത്തിലായിരുന്നു. പക്ഷേ അപ്പോൾ എനിക്കത് എന്നാന്ന് നോക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം എനിക്ക് എക്സാം ഉണ്ട്.
ഞാൻ രാവിലെ ചാടി എണീറ്റ് ആദ്യം തന്നെ സങ്കീർത്തനം 51 നോക്കിയപ്പോൾ അത് ദൈവമേ എന്നോട് കരുണ ഉണ്ടാകണമേ എന്നുള്ള ഒരു ബൈബിൾ വാക്യങ്ങളാണ്. എന്നിട്ട് പരീക്ഷയ്ക്ക് പോയി, പരീക്ഷ എല്ലാം എഴുതി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. പോയപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ അനിയത്തിയുടെ ഒരു ഉടമ്പടി കാശ് രൂപം ഉണ്ടായിരുന്നു. അത് മുറുക്കി പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പരീക്ഷയുടെ വെപ്രാളത്തിൽ നമ്മളെപ്പോഴും പാനിക്കാവുന്നത് പോലെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള റീഡിങ് തന്നെ ഞാൻ വളരെ ടെൻഷനോടുകൂടി അറ്റൻഡ് ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അപ്പോഴും റീഡിങ്ങിന് മാത്രം ഒരു 0.5 ഞാൻ ഫെയിലായി. ബാക്കി എല്ലാത്തിനും എനിക്ക് നല്ല സ്കോർ വീണ്ടും ലഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ഒരു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടു. 9 പ്രാവശ്യം എക്സാം എഴുതി ഫെയിലായവർ ഒരു മക്കൾക്ക് വേണ്ടി എന്തോ അച്ഛൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പം ഞാൻ എൻ്റെ അനിയത്തിമാരോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് 9 പ്രാവശ്യം എക്സാം എഴുതി, അപ്പോൾ എല്ലാം എൻ്റെ കാര്യമായിരിക്കും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനപ്പം ഇപ്പോൾ എൻ്റെ മനസ്സിന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി 12 എന്നുള്ള ഡേറ്റ് എനിക്ക് വേണ്ടി മാതാവ് കാണിച്ചു തന്ന ഡേറ്റ് ആണെന്ന്. അങ്ങനെ നെക്സ്റ്റ് മന്ത് ഏപ്രിൽ 12 ഞാൻ വീണ്ടും IELTS എക്സാമിന് ഡേറ്റ് എടുത്തു. അതോടൊപ്പം ഞാൻ ഇവിടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ചില കുട്ടികൾ പറയുന്നത് അവർ ഈ പഠിക്കുന്നതിലുപരിയായി ബൈബിള് വായിക്കും, വചനങ്ങൾ ഷെയർ ചെയ്യും, ആളുകളോട് നമ്മുടെ മാതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയും എന്നൊക്കെ. അപ്പം ഞാനും ഒരുപാട് അങ്ങനെ പഠിച്ചിട്ടൊന്നും അല്ല പരീക്ഷയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സാമാന്യം നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ അപ്പം ഞാനൊരു തീരുമാനമെടുത്തു, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് റീഡിംഗ് ആണ്. എനിക്ക് എന്തുകൊണ്ടോ അത് കിട്ടുന്നില്ല. അത് എന്ത് കാരണമാണെന്ന് എനിക്കറിയില്ല. ഞാനൊരു ഇംഗ്ലീഷ് ബൈബിൾ മേടിച്ചു. ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് കുത്തിയിരുന്ന് വേറെ IELTSൻ്റെ ടോപ്പിക്കുകളൊന്നും വായിക്കാനുള്ള ക്ഷമയോ ഒന്നുമില്ല. അതിന് പകരം ഞാൻ ഈ ബൈബിള് വായിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ബൈബിള് നിരന്തരം, ഇംഗ്ലീഷ് എനിക്ക് ഇച്ചിരി കട്ടിയാണ് നമ്മൾ വായിച്ച് പരിചയമില്ലാത്തവർക്ക്, എങ്കിലും ഞാൻ അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 12-ാം തീയതി ആയി. 12-ാം തീയതി ഞാൻ പരീക്ഷയ്ക്ക് പോകാൻ ഇറങ്ങുമ്പോൾ എനിക്കൊരു വചനം കിട്ടി. ഫോർ യു ഷാൾ നോട്ട് ഗോ ഔട്ട് ഇൻ ഹേസ്റ്റ് ആൻഡ് യു ഷാൾ നോട്ട് ഗോ ഇൻ ഫ്ലൈറ്റ്, ഫോർ ദ ലോർഡ് വിൽ ഗോ ബിഫോർ യു ആൻഡ് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ വിൽ ബി യുവർ റിയർ ഗോഡ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിടക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ഇത് യേശയ്യ 52:12 അപ്പം ഈ പരീക്ഷയ്ക്കിടയിൽ എനിക്ക് പെട്ടെന്ന് റീഡിങ്ങിൻ്റെ ഭാഗം എത്തി. എപ്പോഴത്തെയും പോലെ എനിക്ക് വെപ്രാളം തുടങ്ങി. എങ്ങനെയെങ്കിലും ഈ 1 മണിക്കൂറിനുള്ളിൽ ഈ 40 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, മൊത്തം വായിച്ച് തീർക്കണം എന്നുള്ള വെപ്രാളം അപ്പോഴെനിക്ക് വന്നു. പെട്ടെന്ന് ഈ വചനം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ ഇത്രയും ഈ 9 പ്രാവശ്യവും ഞാൻ ഈ വെപ്രാളം പിടിച്ചിട്ട് എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. എൻ്റെ മനസ്സ് ഞാൻ വളരെ ശാന്തമാക്കി. ഞാൻ പയ്യെ അവിടെ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. എനിക്ക് പെട്ടെന്ന് ആൻസറുകൾ കിട്ടാൻ തുടങ്ങി. ഇതിനു മുമ്പ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ അതെല്ലാം അറ്റൻഡ് ചെയ്തു. ഞാൻ 1 മണിക്കൂറിനുള്ളിൽ ആ 40 ക്വസ്റ്റ്യനും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു. ഞാൻ അത് എൻ്റെ 10ാമത്തെ IELTS എക്സാം ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് 10ഉം ഈ റീഡിങ്ങിൻ്റെ 40 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ എക്സാം ഹോളിലേക്ക് കയറുന്നതിന് മുന്നേ എനിക്കൊരു അനുഭവം ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 12 എന്നൊരു നമ്പർ ഡേറ്റ് അത് കിട്ടിയിരുന്നു എന്ന്. ഞാൻ അവിടെ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ഞാനാണ് 2ാമത് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ ചെന്നത്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവരവിടെ മേടിച്ച് വെക്കുന്ന ഒരു പതിവുണ്ട്. അവരുടെ കയ്യിൽ 1 തൊട്ട് ഒരു 30 വരെയെങ്കിലും ഒരു നമ്പർ ഉണ്ടാകും. പക്ഷെ ഞാൻ കയറി ചെന്നപടി ഇവർ 12 എന്ന് പറയുന്ന നമ്പർ എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു. അപ്പോൾ എനിക്ക് പൂർണ്ണമായും ബോധ്യമായി, ഇത് മാതാവ് എനിക്ക് എൻ്റെ കൂടെയുണ്ട്, നീ ധൈര്യമായിട്ട് ഇരുന്നോ എഴുതിക്കോ എന്നുള്ളതാണ് മാതാവ് കാണിച്ചു തരുന്നതെന്ന്. അങ്ങനെ എനിക്ക് എക്സാം എഴുതി ഞാൻ സമാധാനത്തോടു കൂടിയാണ് വീട്ടിൽ പോയത്. എനിക്കൊരു ടെൻഷനും ഉണ്ടായില്ല. 14-ാം തീയതി എൻ്റെ റിസൾട്ട് വരും. ഇത് ഓൺലൈൻ എക്സാം ആയിരുന്നു, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. 3-ാം ദിവസം റിസൾട്ട് വരും. ഇത് റിസൾട്ട് വരുന്ന അന്ന് രാവിലെ ഞാൻ ന്യൂസിലാൻഡ് സമയം ഉച്ചയ്ക്ക് 12:30 ഇവിടെ ജോസഫ് അച്ഛൻ്റെ 5:30 ഞാൻ ധ്യാനം ഡെയിലി ബ്രെഡ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുവാണ്, പരീക്ഷയൊക്കെ എഴുതിയവരുണ്ട്, റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്, ചിലപ്പോൾ ഒരു 0.5-നൊക്കെ നിങ്ങൾ ഫെയിലായേക്കാം, പക്ഷേ വിഷമിക്കരുതെന്ന്. എനിക്ക് അപ്പം ഒരു ഇടുത്തി വെട്ടിയ പോലെയാണ് തോന്നിയത്. കാരണം ഞാനൊരു 0.5-ന് വേണ്ടിയാണ് ഈ 10ാമതും അവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, ഇത് കിട്ടിയില്ലെങ്കിൽ ഞാനിനി എഴുതുകയില്ലെന്നും പറഞ്ഞിട്ടാണ്
അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഓഫീസിൽ ഒരു മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ആ വിഷമമൊന്നും അവിടെ കാണിക്കാനൊന്നും പറ്റുന്നില്ല. എൻ്റെ സ്റ്റാഫൊക്കെ ചുറ്റുമുണ്ട്. ഞാനപ്പം ഇങ്ങനെ പയ്യെ എൻ്റെ ഫോണിൽ ഈ ഡെയിലി ബ്രെഡ് കേട്ടോണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറകെ തന്നെ എനിക്കൊരു മെസ്സേജ് വന്നു, നിങ്ങളുടെ റിസൾട്ട് വന്നു. അങ്ങനെ ഞാൻ പെട്ടെന്നത് ഓപ്പണാക്കി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ആ റീഡിങ്ങിന് എനിക്ക് വേണ്ടിയിരുന്ന 7 സ്കോർ തന്ന മാതാവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ചിന്തിച്ചേക്കാം, ഒരു ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരാൾ വിചാരിച്ചേക്കാം, ഈ 10 പ്രാവശ്യം IELTS എഴുതിയാൽ ആർക്കാണ് ഒരു 7 സ്കോർ കിട്ടാത്തതെന്നും. അതിനും ദൈവം എനിക്ക് അവിടെ ഒരു അടയാളം കാണിച്ചു തന്നു. എല്ലാ പ്രാവശ്യവും എനിക്ക് 8 സ്കോർ കിട്ടിക്കൊണ്ടിരുന്ന ബാക്കി മൊഡ്യൂൾസിന് എനിക്ക് 6.5 കുറഞ്ഞു. എനിക്ക് കിട്ടാതിരുന്ന ഈ സ്കോർ മാത്രം മാതാവ് എനിക്ക് 7 നൽകി അനുഗ്രഹിച്ചു. എനിക്കപ്പോഴാണ് ബോധ്യപ്പെട്ടത് എന്തിനാണ് എനിക്ക് OET എഴുതാൻ പറ്റാതിരുന്നതും എത്ര ശ്രമിച്ചിട്ടും അതിനൊരു ഡേറ്റ് കിട്ടാതിരുന്നതും. അവിടെ മാതാവിനെ മഹത്വപ്പെടുത്താനാണ്. ഇത് എൻ്റെ കഴിവല്ല. ഞാനതിങ്ങനെ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഉള്ളിൽ പറയുമായിരുന്നു, എനിക്കൊരു കഴിവില്ല കർത്താവേ, ഇത്രയും തവണ ഞാൻ തലകുത്തി നിന്നിട്ട് എന്നെക്കൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല. ഇനി കർത്താവ് എന്നെ അനുഗ്രഹിക്കണം. മാതാവ് അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ എനിക്കിത് ലഭിക്കുകയുള്ളൂ. കർത്താവിൻ്റെ കൃപയില്ലെങ്കിൽ എനിക്കിത് ലഭിക്കുകയില്ല എന്ന് ഞാനിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ആ എക്സാം പാസ്സായി. ഞാൻ ഈ IELTS എക്സാം എഴുതിയത് എനിക്കൊരു നേഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ നാട്ടിലെ നേഴ്സിംഗ് പഠിച്ചിട്ട് ഇവിടെ അധികം ജോലിയൊന്നും ചെയ്യാതെ പെട്ടെന്ന് ന്യൂസിലാൻഡിലേക്ക് പഠിക്കാൻ പോയി. അവിടെ എനിക്ക് ആ പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി കിട്ടി തുടരുകയായിരുന്നു. അപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് നേഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കണമെന്നുള്ള ഒരു അതീവ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനെനിക്കുള്ള തടസ്സങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് എനിക്ക് IELTS പാസ്സാകണമായിരുന്നു, മറ്റൊന്ന് അവർ പറയുന്ന എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ ഈ ഉടമ്പടിയൊക്കെ എടുത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒറ്റ ബലത്തിൽ ഞാൻ നേഴ്സിംഗ് കൗൺസിലിനെ അപ്രോച്ച് ചെയ്ത് ഞാൻ പലതവണ 10 വർഷത്തിനുള്ളിൽ ഒരു 100 ഇമെയിലെങ്കിലും അവർക്ക് അയച്ചിട്ടുണ്ട്, എനിക്ക് ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാമോ എന്ന്. അപ്പോഴൊക്കെ അവരുടെ മറുപടി, ഇല്ല, നിങ്ങൾ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി നേഴ്സിംഗ് പഠിക്കണമെന്നായിരുന്നു. എങ്കിലും ഞാൻ പ്രതീക്ഷ കൈവിടാതെ ഈ വർഷം എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു, എനിക്ക് എല്ലാം ഞാൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു കുറച്ച് കുറവേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, സാരമില്ല, നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അല്ല റിജക്റ്റ് ചെയ്യും, അത് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എല്ലാം അപ്ലൈ ചെയ്തു. മെയ് മാസത്തിൽ അവർ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അവരെനിക്ക് നമ്മൾ ഇൻവിറ്റേഷൻ എന്ന് പറയും, ഇൻവിറ്റേഷൻ ടു അപ്ലൈ ഫോർ നേഴ്സിംഗ് രജിസ്ട്രേഷൻ, അങ്ങനെയാണ് വന്നത്. അങ്ങനെ വന്നു ഞാനതെല്ലാ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം അതിൽ ഒരു മെസ്സേജ് ഇങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു ജോബ് ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സിങ് കുറച്ചും കൂടി ഈസി ആകുന്നു. അപ്പം ഞാനൊരു സർവീസിൽ, ഒരു മെൻ്റൽ ഹെൽത്ത് ഫെസിലിറ്റിയിൽ ഒരു സർവീസ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ആ റോള് വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് രജിസ്ട്രേഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എന്നോട് പലരും പറഞ്ഞത് പ്രകാരം ഞാൻ എൻ്റെ മാനേജർമാരെ അപ്രോച്ച് ചെയ്തു. അവരൊക്കെ ആദ്യം പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്നെല്ലാം പറഞ്ഞിരുന്നുവെങ്കിലും പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ഒരു മീറ്റിങ്ങിന് വിളിച്ചു കൂട്ടി. അവരെന്നോട് ചോദിച്ചു, എന്താണ് ആവശ്യം? ഞാൻ പറഞ്ഞു, എനിക്കൊരു ലെറ്റർ എഴുതി തരണം, നിങ്ങൾ എനിക്ക് ജോലി തരാൻ ഓക്കെയാണ്. ഞാൻ അപ്പോഴും ഒരു ക്ലിനിക്കൽ റോള് കൈകാര്യം ചെയ്യുന്നു, പക്ഷേ എനിക്ക് രജിസ്ട്രേഷൻ ഇല്ലെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സമയമായപ്പോൾ അവർ പറഞ്ഞു, അർഷ, അത് പറ്റില്ല, അത് ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു സാഹചര്യമല്ല. അത് പോരാതെ ആ കൂട്ടത്തിലൊരു ക്ലിനിക്കൽ ലീഡുണ്ട്. ആ പുള്ളിക്കാരി ഒരു കാര്യം പറഞ്ഞു, മൈ ഹാൻഡ്സ് ഓൺ ഹാർട്ട്, ഞാൻ എന്നോട് പറയുവാണ്, നിനക്കിത് കിട്ടത്തില്ല. കാരണം ഞാൻ ഇതുപോലെ ഒത്തിരി കേസുകൾ കണ്ടിട്ടുണ്ട്. നീ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഒരു നേഴ്സിംഗ് ഫീൽഡുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണ്. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, നിന്നെ വേണമെങ്കിൽ ഞങ്ങൾ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പഠിക്കാനല്ല, എനിക്ക് എൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്, ഞാനത് എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ മീറ്റിംഗ് അവർ പിരിച്ചുവിട്ടു. അങ്ങനെ അത് മെയ്യിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ എന്നെ ഈ പ്രോസസ്സിങ്ങിന് സഹായിക്കുന്ന ഒരു ആൾ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി ന്യൂസിലാൻഡിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അടുത്ത സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ മെയ് കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞു, ജൂലൈ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേ ജൂലൈയിലുണ്ട്, മാതാവ് എനിക്കൊരു പെട്ടെന്നൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ ആയിരിക്കും തരുന്നതെന്ന് കരുതി. പക്ഷേ ജൂലൈയിലൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഓഗസ്റ്റായി, സെപ്റ്റംബറായി, അവിടെയും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ഒരു ദിവസം എൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ഇമെയിൽ വന്ന് കിടക്കുവാണ്, നിങ്ങൾക്ക് ഞങ്ങൾ രജിസ്ട്രേഷൻ തരാൻ ഹാപ്പിയാണ്, നിങ്ങൾ അതിന് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ആദ്യം ചെയ്ത കാര്യം, എനിക്ക് രജിസ്ട്രേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞ എൻ്റെ സംഘത്ത് കൈവച്ച് പറയുന്നു എന്നാണ് ആ വ്യക്തി എന്നോട് പറഞ്ഞത്. അവർക്ക് തന്നെ ഞാനൊരു ഇമെയിൽ അയച്ചു, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എനിക്ക് ഇത് കിട്ടി എന്ന് പറഞ്ഞയച്ചു. അപ്പോൾ അടുത്ത 2 പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു തിയറി എക്സാം, പ്രാക്ടിക്കൽ എക്സാം പാസ്സാകണം.
അതിൽ തിയറി എക്സാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-14 വർഷമായി നേഴ്സിംഗ് ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുന്ന എനിക്ക് പെട്ടെന്ന് ഒരു എക്സാം പാസ്സാകുക വളരെ ബുദ്ധിമുട്ടാണ്. അവിടെയും എൻ്റെ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് ഞാൻ പോയി. ആ എക്സാം ഹോളിൽ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് ഇത് ഒരു കഴിവുമില്ല, ഇതൊന്നും ഇത്രയും വർഷം മുന്നേ പഠിച്ചൊന്നും ഓർത്തെടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുകയില്ല. ഞാൻ മാതാവിൻ്റെ അനുഗ്രഹം വേണം. ഇത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. അത് എഴുതി എനിക്ക് മനസ്സിലായി ഇത് എന്നെക്കൊണ്ട് പാസ്സാകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. എനിക്ക് പല ക്വസ്റ്റ്യൻസ് പോലും മനസ്സിലാകുന്നില്ല. 108 ക്വസ്റ്റ്യനിൽ 102 ക്വസ്റ്റ്യനിൽ 80 നമ്മൾ പാസ്സാകണം. എന്തായാലും ഞാൻ എക്സാം എഴുതി അവിടുന്ന് തിരിച്ചു പോയി. എങ്കിലും എനിക്കങ്ങനെ വിഷമമൊന്നും തോന്നിയില്ല. ഞാനങ്ങ് പോയി. മാതാവാണല്ലോ എന്നെ IELTS പാസ്സാക്കിയത്. അവിടുന്നാണല്ലോ എനിക്ക് ഇവിടെ എല്ലാം ഇതിനെല്ലാം തുടക്കം. അപ്പം മാതാവിനൊരു പദ്ധതി ഉണ്ടല്ലോ എന്ന രീതിയിൽ ഞാൻ തിരിച്ചു പോയി. പിറ്റേ ദിവസം റിസൾട്ട് വന്നു. ഞാനപ്പോൾ അത് പാസ്സായി. അപ്പം ഞാനത് ഓർത്ത്, ദൈവമേ, ഞാൻ ഒരു വക പഠിക്കാനോ എൻ്റെ ഉറങ്ങാനോ സാധിക്കാതെയാണ് ഞാൻ ആ പരീക്ഷയ്ക്ക് പോയത്. ഇനി ഇപ്പോൾ എനിക്ക് മെയ് മാസത്തിൽ ഇതിൻ്റെ ഒരു വലിയ പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ട്. അപ്പോഴും എനിക്കൊരു ടെൻഷനൊന്നും ഇല്ല ഇപ്പോൾ. കാരണം ഇത്രയൊക്കെ എന്നെ സഹായിച്ച മാതാവിന് അതുകൂടി നടത്തി തരുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞങ്ങൾ ഇതിനിടയ്ക്ക് എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ മാതാവിനോടൊരു കാര്യം പറഞ്ഞു, മാതാവേ, എല്ലാവർക്കും മുല്ലപ്പൂ മണമൊക്കെയാണ് കിട്ടുന്നത്, എനിക്ക് മുല്ലപ്പൂ മണം വേണ്ട, എനിക്ക് റോസാപ്പൂ മണം മതി. കാരണം എനിക്ക് അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് റോസാപ്പൂവ്. അപ്പം ഞാൻ എനിക്ക് റോസാപ്പൂവും മാതാവും എന്തോ ഭയങ്കര ബന്ധമുള്ളതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക്, പക്ഷേ ഞാനിപ്പം 1 വർഷത്തോളമൊക്കെ ആയിട്ട് എനിക്കൊരു മണവും വരുന്നില്ല, മാതാവിന് ഒരു സുഗന്ധാഭിഷേകവും കിട്ടുന്നില്ല. അപ്പം ഞാൻ ഓർത്ത്, മാതാവേ, ഞാനന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ, എന്നാൽ ഇനി കുഴപ്പമില്ല, മുല്ലപ്പൂ മണമായാലും മതി എന്നുള്ള രീതിയിൽ നിന്നു. പെട്ടെന്നൊരു ദിവസം എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുമായിട്ട് ഇരിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുണ്ട്, എൻ്റെ ന്യൂസിലാൻഡിലെ വീട്ടിലാണ്. പെട്ടെന്ന് വീട് മുഴുവൻ റോസാപ്പൂവിൻ്റെ സുഗന്ധം. അപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവിനെ കൈവിട്ടിട്ടില്ല, എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ മനസ്സിലായി. അതേപോലെ ഇന്നിവിടെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ മുതൽ എനിക്ക് നല്ല കുന്തിരിക്കത്തിൻ്റെ മണമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഓർത്ത് ഇതൊരു ദേവാലയ പരിസരമല്ലേ. അത് ഞാൻ എൻ്റെ അനിയത്തിയോട് ചോദിച്ചു, നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പം പറഞ്ഞില്ല, അവൾക്കത് വരുന്നില്ല. അങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്കൊരു രോഗസൗഖ്യങ്ങളുണ്ടായിട്ടുണ്ട്. ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുന്നത് വഴി എനിക്ക് വിട്ടുമാറാതിരുന്ന ഒരു ടോൺസലിൻ്റെ ഒരു പ്രശ്നം മാറിയിട്ടുണ്ട്. ക്ഷമിക്കണം, ഞാനതിൽ എഴുതാൻ അത് മറന്നു പോയതാണ്. പക്ഷേ ജീവിതത്തിൽ പല പ്രാവശ്യം ഞങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ചെറുതും വലുതുമായ രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഞാനൊരു മെൻ്റൽ ഹെൽത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട നമ്മുടെ സമയമാണ്. അവരോട് സംസാരിക്കാൻ ഒരാളാണ് അവർക്ക് വേണ്ടത്. ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്. എനിക്ക് എത്ര ജോലി തിരക്കാണെങ്കിലും ഞാൻ ഒരു ക്ഷമയോടുകൂടി, കാരണം അവർ ഈ ഡ്രഗ്സിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിലുള്ളവരായതുകൊണ്ട് അവരെ കേട്ടിരിക്കാൻ എല്ലാവർക്കും ക്ഷമയുണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ ഞായറാഴ്ച കുർബാനകളിൽ മുടക്കാറില്ല. ഞാൻ അവിടെ ന്യൂസിലാൻഡിൽ വേദപാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പം കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് കൃത്യമായി പോകാൻ പറ്റാറില്ലെങ്കിലും അവരൊരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ ഞാൻ പോകാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ നമ്മളോട് പൈസ ആവശ്യം പറയുന്നവർക്ക് കൊടുക്കാറുണ്ട്. രോഗികൾക്ക് പൈസ കൊടുത്ത് അവരുടെ ചികിത്സയ്ക്ക് സഹായിക്കാറുണ്ട്. അതേപോലെ തന്നെ എനിക്കൊരു മാനേജറുടെ പൊസിഷൻ തന്ന മാതാവ് എന്നെ ഉയർത്തിയതാണ്. എനിക്ക് ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ജോലി തന്നത്. എനിക്ക് പേടിയായിരുന്നു ആ ജോലിയിൽ. അപ്പം കർത്താവിന് എന്നെക്കുറിച്ച് എന്തൊരു പദ്ധതി ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ജോലി അന്വേഷിച്ച് വരുന്നവർ, അത് ഏത് നാട്ടുകാരായിക്കോട്ടെ, അപ്പോൾ ചിലർക്ക് അതിൽ ലാംഗ്വേജിൻ്റെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരെ പലയിടത്തു നിന്ന് റിജക്ഷൻ കെട്ടി വരുന്നവരാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടും ഞാൻ എങ്ങനെയാണ് അവിടെ ന്യൂസിലാൻഡിലെത്തിയപ്പോൾ ഞാൻ അനുഭവിച്ച സ്ട്രഗിളും മനസ്സിലാക്കിക്കൊണ്ടും ഞാൻ അവർക്ക് ജോലി കൊടുക്കാറുണ്ട്, അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കാറുണ്ട്. അതുവഴി അവർക്ക് അവിടെ നിന്ന് പോകാനായിട്ട് അവർക്കൊരു വർക്ക് വിസ ആകട്ടെ, PR ആകട്ടെ, അതൊക്കെ കിട്ടി ആ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ജീവിതം അവിടെ പടുത്തുയർത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം, ഞങ്ങൾ രണ്ടുപേരും അവിടെ എനിക്ക് ഇവിടുത്തെ ഉടമ്പടി അഖണ്ഡ ജപമാലയിൽ വരണമെന്നായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇതിനുവേണ്ടി സാക്ഷ്യം പറയാൻ നാട്ടിൽ വന്നവരാണ്. പക്ഷേ അതിന് ഞങ്ങൾക്ക് സാധിക്കാഞ്ഞതുകൊണ്ട് ഒക്ടോബർ 25-ാം തീയതി ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ന്യൂസിലാൻഡിൽ അവിടെ ഒരു മാതാവിൻ്റെ ഒരു മലയുണ്ട്. ആ മലയിൽ ഞങ്ങൾ രണ്ടുപേരും പോയി ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഈ നാൾ ഇതുവരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു.